ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് പെട്ടെന്ന് നമുക്ക് ഉള്ളൊരു സ്നാക്സ് ഉണ്ടാക്കാനോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം. ഇതുപോലെ പേര് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി കടുപ്പമാണ്, പക്ഷെ വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയുമാണ് കേട്ടോ. സ്പാനിഷ് പൊട്ടറ്റോ എഗ് ഓംലെറ്റാണ് ഇന്നുണ്ടാക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം വലിപ്പത്തിൽ സാമാന്യം വലിപ്പമുള്ള 2 പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയെല്ലാം നന്നായിട്ട് ചെത്തിക്കളഞ്ഞിട്ട് അത് 4ആയിട്ട് മുറിക്കണം. നീളത്തിൽ 4ആയിട്ട് മുറിച്ചിട്ട് പിന്നെ നമ്മൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടുമല്ലോ, പിന്നെ അത് കനം കുറച്ച് അരിയണം. എത്രയും കനം കുറച്ച് അരിയാൻ പറ്റുമോ അത്രയും കനം കുറച്ച് അരിയണേ. ഇപ്പം നമ്മളുടെ 2 പൊട്ടറ്റോയും അതിൻ്റെ തൊലിയൊക്കെ ചെത്തി വെള്ളത്തിലിട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, പൊട്ടറ്റോ നമ്മൾ തൊലി ചെത്തി കഴിഞ്ഞിട്ട് പുറത്ത് തന്നെ വെച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കറുത്തു പോവും. ഞാനത് തുടക്കക്കാർക്ക് വേണ്ടിയാണ് പറയുന്നത്. കുക്ക് ചെയ്ത് പരിചയമുള്ളവർക്ക് എനിക്കറിയാം, ഇതൊക്കെ നന്നായിട്ട് അറിയാമെന്നുള്ളത് കേട്ടോ. പിന്നെ ഇതേ ഇതുപോലെ കനം കുറച്ച് ഉള്ളി എടുക്കണം. ഉള്ളി ഞാൻ ഒരു വലിയ ഉള്ളി ഫുള്ളായിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ അളന്ന് നോക്കിയപ്പോഴത്തേക്ക് അരിഞ്ഞ പൊട്ടറ്റോസ് 2 കപ്പ് ഉണ്ടായിരുന്നു. ഉള്ളി അരിഞ്ഞത് 1 കപ്പും ഉണ്ടായിരുന്നു. 1 കപ്പിലും ഒരു ഇച്ചിരി കൂടെ ഒന്ന് കൂടിയാലും കുഴപ്പമില്ല, സ്വല്പം ഒന്ന് കുറഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ പിസ്സയുടെ ഒക്കെ കൂടെ കിട്ടുന്ന ചില്ലി ഫ്ലേക്സ് ആണ് 1 കവർ എടുത്തിരിക്കുന്നത്. പക്ഷേ 2 കവറെങ്കിലും വേണം കേട്ടോ. 2-3 കവറായാലും കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് 1 കവറേ ഉള്ളായിരുന്നു. പിന്നെ ബാക്കി വേണ്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇപ്പം ദേ ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഉള്ളിയും പൊട്ടറ്റോയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഏതാണ്ട് ഒരു 10 മിനിറ്റ് എടുക്കും അതൊന്ന് വഴന്ന് വരാനായിട്ട്. നമുക്കത് വഴന്ന് വരാനായിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാമേ. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലും എൻ്റെ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യണേ. നിങ്ങൾക്ക് അതൊക്കെ പ്രയോജനപ്പെടാതിരിക്കത്തില്ല. ഇപ്പം ഈ ഒരു പരുവമായല്ലോ, ഈ ഒരു പരുവം വരെയാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത്. കാരണം അതിൻ്റെ ചെറിയ ചെറിയ പീസസ് ഒക്കെ ആ സൈഡൊക്കെ ഒന്ന് ബ്രൗൺ കളറായി തരണം. അതാണ് ഈ പൊട്ടറ്റോയുടെയും ഉള്ളിയുടെയും വഴറ്റുമ്പോഴുള്ള കറക്റ്റ് ഒരു പരുവമേ. ഇനിയിപ്പം ഞാൻ 5 മുട്ട എടുത്തിട്ടുണ്ട്, സാമാന്യം വലിപ്പമുള്ള. പിന്നെ എൻ്റെ കയ്യിൽ 1 കവർ ചില്ലി ഫ്ലേക്സേ ഉള്ളായിരുന്നു, അതുകൊണ്ട് 1 എടുത്തു. നിങ്ങളുടെ കയ്യിൽ 2-3 ഉണ്ടെങ്കിൽ ഒരു 3 എണ്ണം വരെ ആവുന്നതിന് ഒരു കുഴപ്പവുമില്ല. അത് 3 കൂടെ എടുത്താലും ഒരു 1/2 ടീസ്പൂണിലും ഇച്ചിരി കൂടെ വരും, അത്രയേ ഉള്ളൂ. പിന്നെ അതിലോട്ട് ഞാൻ ചേർത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 1/2 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർക്കാം. നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ചേർക്കാം, അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം. ഞാൻ ചേർത്തത് 1 ടീസ്പൂൺ ലെവലായിട്ട് കുരുമുളക് പൊടിയും 1 കവറ് ചില്ലി ഫ്ലേക്സുമാണ്. ആ 1 കവർ ചില്ലി ഫ്ലേക്സ് എന്ന് പറഞ്ഞാൽ ഒരു 1/4 ടീസ്പൂണിൽ താഴെ ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ പിസ്സ ഒക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുമല്ലോ ചില്ലി ഫ്ലേക്സും, അതിൻ്റെ കൂടെ വേറെ ഒരു സീസണിങ് കിട്ടുമല്ലോ, ഒറിഗാനോ സീസണിങ്. അതിൻ്റെ ഒരു 3 കവറുമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു 3 കവറെന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 1/4 ടീസ്പൂൺ വരുമേ. നിങ്ങൾക്ക് ഇതിന് പകരം വേറെ എന്ത് വേണമെന്നുണ്ടെങ്കിലും ചേർക്കാം, പക്ഷേ അത് വേറൊരു ഫ്ലേവർ ആകുമെന്നുള്ളതേ ഉള്ളൂ. മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം. നിങ്ങൾക്ക് ഈ ഒറിഗാനോ സീസണിങ്ങും ഒന്നും ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്പാനിഷ് ഓംലെറ്റിനകത്ത് ക്യാപ്സിക്കം വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. തക്കാളിയുടെ അകത്തെ കുരുവെല്ലാം മാറ്റിയിട്ട് അതിൻ്റെ പുറത്തെ സ്കിൻ മാത്രമായിട്ട് നീളത്തിൽ അരിഞ്ഞ് ചേർക്കാം. മഷ്റൂമോ കോണോ അങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഇങ്ങനെയുള്ള സാധനങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഉലുവായുടെ ഇല ഉണങ്ങിയതുണ്ടല്ലോ, അതായത് കസൂരി മേത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് പൊടിച്ച് ചേർത്താൽ അതും നല്ലൊരു ഫ്ലേവറാണ്. പക്ഷേ അത് സ്പാനിഷ് ഓംലെറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം ഈ സ്പാനിഷ് ഓംലെറ്റ് ആണെന്നുണ്ടെങ്കിലും ഓരോരുത്തർ ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ എൻ്റെ രീതിക്ക് ഉണ്ടാക്കിയതാണ്. നമ്മൾ ആ മുട്ടയും എല്ലാം കൂടി ഇട്ട്, ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഒറിഗാനോ സീസണിങ്, അത് ഞാൻ ചേർക്കുന്നത്. അത് ഞാൻ 3 കവറാണ് ചേർത്തത് കേട്ടോ. നമ്മൾ ആദ്യം മുട്ടയും കുരുമുളക് പൊടിയും ഉപ്പും ഒറിഗാനോ സീസണിങ്ങും എല്ലാം കൂടി ഇട്ട് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഉള്ളിയും പൊട്ടറ്റോയും കൂടെ വഴറ്റിയില്ലേ, ആ വഴറ്റിയത് ഇതിനകത്തോട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റ് അതിനകത്ത് അതൊന്ന് കിടക്കണം, അതൊന്ന് മുങ്ങിക്കിടക്കണം. അതിന് മുമ്പ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. പിന്നെ ഒറിഗാനോ സീസണിങ് ഞാൻ ആദ്യം 1 കവറാണ് ചേർത്തത്. പിന്നെ അത് പോരാന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ വീണ്ടും 2 കവറും കൂടെ ചേർത്തത് കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഫ്ലേവർ ആയത്. നമ്മൾ പൊട്ടറ്റോയും ഉള്ളിയും ഒക്കെ വഴറ്റിയ ആ ഒരു പാത്രമുണ്ടല്ലോ, ആ പാത്രത്തിൽ ആ വഴറ്റിയതിൻ്റെ ബാക്കി കുറച്ച് എണ്ണ കാണും. അതിൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് മാറ്റിയിട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ അതിനകത്ത് വെച്ചേക്കണം. 1-1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അതിലേക്ക് ഈ മുട്ടയും എല്ലാം കൂടെ നമ്മൾ ഇട്ട് വെച്ചിരുന്നല്ലോ, പൊട്ടറ്റോയും ഉള്ളിയും എല്ലാം കൂടെ ഒന്നിച്ചാക്കി വെച്ചിരുന്നില്ലേ, അതൊഴിച്ച് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൻ്റെ താഴെ വെക്കാവുള്ളൂ. ലോയുടെയും മീഡിയത്തിൻ്റെയും ഇടയ്ക്കായിട്ട് വെച്ചിട്ട്
നമ്മളത് മൂടി വെച്ചിട്ട് ഒരു സൈഡ് കുറച്ചൊന്നാക്കണം, എന്നിട്ട് അത് തിരിച്ചിടണം. നിങ്ങൾക്ക് ഞാനതൊന്ന് അല്ലാതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് നോക്കി പാത്രത്തിൽ വെച്ചിട്ട്, അപ്പോഴത്തേക്കൊന്ന് പൊട്ടിപ്പോയായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ ആ പൊട്ടിപ്പോയ ഭാഗത്ത് കുറച്ചുകൂടെ ആ പൊട്ടറ്റോയുടെ ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ വീണ്ടും അത് ഫില്ല് ചെയ്തെടുക്കുകയായിരുന്നു. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവുമല്ലോ, ചെറുതായിട്ടൊരു പൊട്ടൽ വീണു. പക്ഷേ അത് ഒന്നുകൂടെ കുറച്ചുകൂടെ ചെറുതായിരുന്നെങ്കിൽ, കുറച്ചുകൂടി ചെറിയൊരു പാൻ ആയിരുന്നെങ്കിൽ അത് നമുക്ക് പൊട്ടാതെ ഒരു സ്പാച്ചുലയും കൊണ്ട് തന്നെ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളായിരുന്നു. ഇത്രയും വലിയ പാൻ ആയിരിക്കരുത്, കുറച്ചൊരു ചെറിയ പാൻ ആയിരിക്കണം. അതിൻ്റെ ആ ഒരു വട്ടം കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കട്ടിയിൽ കിട്ടും സ്പാനിഷ് ഓംലെറ്റ്. ശരിക്കും ഈ ഒരു ഘനമല്ല വേണ്ടത് സ്പാനിഷ് ഓംലെറ്റിന്, ഇതിൻ്റെ ഒരു 1/4 ഭാഗം മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു കട്ടി കാണുകയുള്ളൂ, കാണാൻ നമ്മൾ മുറിച്ചെടുക്കുമ്പോഴും നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഈ സ്പാനിഷ് ഓംലെറ്റിൻ്റെ വട്ടം കുറച്ച് കൂടിപ്പോയി. അപ്പോൾ നിങ്ങളുണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ചെറിയ വട്ടമുള്ള ഒരു പാൻ എടുക്കാൻ ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് അങ്ങനെ പാത്രം വെച്ചിട്ട് തിരിച്ചിടാൻ പാടാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തതുപോലെ ഒരു വലിയൊരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് ഒരു സൈഡായി കഴിയുമ്പോൾ മറ്റേ സൈഡിലോട്ട് അങ്ങ് തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ റൗണ്ട് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പാടുമില്ല, പാത്രത്തിലോട്ടാണെങ്കിൽ മറിച്ചിടാനും സ്പാച്ചുല ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ മറിച്ചിടാൻ ഒരു പാടുമില്ല. ഇപ്പോൾ ദേ 6ആയിട്ടോ 8ആയിട്ടോ 4ആയിട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുറിക്കാം. ഇപ്പോൾ കണ്ടല്ലോ. പക്ഷേ ഇച്ചിരിയുടെ വണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ഇത് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉള്ളൊരു സാധനമാണ്. ബ്രേക്ക്ഫാസ്റ്റിനോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്